ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് കൊളക്കട്ടയും കളിയാണ്. അത് ഞാൻ എങ്ങനെയാണ് ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കമോൺ. നമ്മളിപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കാൻ ബൗളിൽ വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി 2 കപ്പ് അരിപ്പൊടി, കുറച്ച് പഞ്ചസാര, തേങ്ങ, ഒരു നുള്ളു ഉപ്പ്, ഏലക്ക, ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിലിനിയിപ്പം ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തേങ്ങയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടത്. ഇതെല്ലാം നമ്മൾ പച്ചവെള്ളത്തിൽ ഒഴിച്ച് പുരട്ടി എടുക്കുക. എങ്ങനെയാണെന്നറിയോ? നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കത്തില്ലേ ചൂടുവെള്ളത്തിൽ, പക്ഷേ ഇവിടെ പച്ചവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ട് ചെറിയ ചെറിയ ഉരുണ്ടകളാക്കി വെക്കണം. സ്മോൾ ബോൾസ് ആയിട്ട് വെക്കുക. ചിലർ വലുതായിട്ട് വെക്കുന്നവരും ഉണ്ടാവും, ചെറുതായിട്ട് വെക്കുന്നവരും ഉണ്ടാവും. ഇതിപ്പോൾ നമ്മളെല്ലാം കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളച്ച് വരുന്നുണ്ട്, കണ്ടല്ലോ. ഇതിൽ ഞാൻ 1 ബൈ 1 ഓരോന്ന് ഇച്ചിരി ഇടവിട്ട് ഇടുക. സ്പേസ് ഉണ്ടാവും, കണ്ടോ. ഇങ്ങനെ ഇടയിൽ കുറച്ചായിട്ട് ഇടവിട്ട് വിട്ടിട്ട് അത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൽ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടി മിക്സിയിലിട്ട് അടിച്ച് ആ തേങ്ങാപ്പാലാണ് ഇതിൽ കുറച്ച് ഒഴിച്ചത്. പോരാഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഒരു 1/4 കപ്പ് അരിപ്പൊടി പഞ്ചസാരയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ. അതാണ് ഈ ചെറിയ ബൗളിൽ സൈഡിലിരിക്കുന്നത്, കണ്ടല്ലോ. ഇത് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടുമ്പോഴും ഇളക്കി കൊടുക്കുക. ഇടയിലൊന്ന് നോക്കണം കേട്ടോ, പഞ്ചസാരയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടോ എന്ന്. ചിലർക്ക് നല്ലപോലെ പഞ്ചസാര വേണ്ടി വരും, ആവശ്യാനുസരണം ഇട്ടാൽ മതി. ഇപ്പം ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് ഇടയിൽ നോക്കിയപ്പം കുറച്ച് പഞ്ചസാരയുടെ ഒരു കുറവുണ്ട് കേട്ടോ. സോ 1 കപ്പ് പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടേ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് വന്ന് നോക്കണം കേട്ടോ, കാരണം ഇത് ഇടയിലൊന്ന് അടി പിടിക്കാതെ നോക്കണം. പതിയെ കുറേശ്ശെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സിമ്പിൾ വേ ആണ്. 10-15 മിനിറ്റിനുള്ളിൽ ഇത് ശരിയാക്കി എടുക്കാം. എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാം. കൊളക്കട്ടയും കളിയല്ലേ, ഈവനിങ് ടൈമിൽ ചെറിയൊരു സ്നാക്സ് പോലെയൊക്കെ കഴിക്കാവുന്നതേ ഉള്ളൂ. സംഭവം റെഡി ആയിട്ടുണ്ട് ഗൈസ്, നോക്കൂ. ഓ, പഴയൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. വാവ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പഴയ ഓർമ്മയൊക്കെ വരണുണ്ട് എനിക്ക്. അപ്പൊ ഗൈസ്, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിക്കട്ടെ. സൂപ്പറാട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലേ ഗൈസ്, നിങ്ങളും ഇടയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എനിവേ, ഈ കൊളക്കട്ടയും കളിയും ചെയ്തു. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.